സ്വാഗതം ആശംസിക്കുന്നതിനായി അൽഹിദായ മദ്രസയുടെ സദർ ഷംനാദ് മൗലവി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, അതേപോലെ സഹപാഠികൾ, സുഹൃത്തുക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, ഈ മദ്രസയ്ക്ക് വേണ്ടിയും ഇവിടുത്തെ പ്രോഗ്രാമിന് വേണ്ടിയും അഹോരാത്രം പാടുപെടുകയും നമുക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങൾ നൽകുകയും ചെയ്ത ഒട്ടനവധി പേർ നമുക്കറിയാം. ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവർ, ഈ പരിപാടിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ടവർ, ഇവർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദ്രസ PTA പ്രസിഡന്റ് ഷഹീദ് ലബ്ബ സാഹിബാണ് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ പൊതു പരിപാടിയുടെ മുഖ്യ അതിഥി ഉദ്ഘാടകനുമായ മുനീർ ഉസ്താദ്, അദ്ദേഹവും ഞാനും തമ്മിൽ ഒരു ചെറിയ അടുപ്പമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഒരു മദ്രസയിൽ 5ാം ക്ലാസ് വരെ പഠിച്ചതാണ്. എൻ്റെ അയൽവാസിയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം 2016 വീണ്ടും കുവൈറ്റിൽ വെച്ച് കണ്ടുമുട്ടാനിടയായി. മാത്രവുമല്ല, എൻ്റെ മകന് ഖുർആൻ്റെ ആദ്യ അക്ഷരം പറഞ്ഞുകൊടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മണിക്ക് തുടക്കം കുറിച്ച ഈ പരിപാടി 9 മണിക്ക് തീരും എന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ 10 മണിയും കഴിഞ്ഞ് ഏകദേശം 11 മണി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയും ടൈമായി. 2016 തുടക്കം കുറിച്ച ഈ ഒരു സ്ഥാപനം ഇന്ന് ഏകദേശം 100 കുട്ടികളുമായിട്ട് ഇതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ വർഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസ വർഷമാണ് ഇതിനൊരു PTA കമ്മിറ്റി നിലവിൽ വന്നത്. അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ അള്ളാഹുവിനോട് ഞാൻ സ്തുതി പറയുന്നു. അതോടൊപ്പം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ഒരു സ്ഥാപനം എത്തുവാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്നും, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദന്മാർ, അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും PTAയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഷഹീദ് സാഹിബ്. ഈ പ്രൗഢഗംഭീരമായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി മറിയം അക്കാദമിയുടെ ചെയർമാനും കുവൈറ്റിലെ അറിയപ്പെടുന്ന പണ്ഡിതനുമായ മുനീർ മൗലവി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷനും എൻ്റെ മദ്രസാ സഹപാഠിയും കൂടിയായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഹീദ് ലബ്ബ അവർ
അതുപോലെ തന്നെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുവന്യരായ ഉസ്താദുമാർ, ഈ മദ്രസയുടെ ഭാരവാഹികൾ, വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട പേരൻസ്, രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മദ്രസയെയും ഇതിൻ്റെ ഭാരവാഹികളെയും രക്ഷകർത്താക്കളെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അതിഥിയല്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷിഹാബ് സാഹിബ് കുവൈത്തിൽ വന്ന കാലം മുതലുള്ള ഞങ്ങളുടെ അഭേദ്യമായ ബന്ധമാണ്. ഇവിടെ അധ്യക്ഷ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട PTA പ്രസിഡൻറ്റ് ഷഹീദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് PTA പ്രസിഡൻ്റായി എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ വട്ടവറമ്പ് എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയുടെ കീഴിൽ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഈ PTA പ്രസിഡൻറ്റ് ഷഹീദ് സാഹിബിൻ്റെ വാപ്പ ബഹുമാനപ്പെട്ട മർഹൂം ഷാഹുൽ ഹമീദ് ലബ്ബയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഒരു ബന്ധമാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. മകൻ അയാൻ എൻ്റെ അടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ മദ്രസയുടെ കോർഡിനേറ്റർ കൂടിയാവുന്നു ജക്കരിയ സാഹിബ്, അല്ലേ? കോർഡിനേറ്റർ അല്ലേ മദ്രസയുടെ? ജക്കരിയ സാഹിബിനോട് പറഞ്ഞു, നമ്മുടെ ഒരു മോനുണ്ട്, ആ മോനെയും കൂടി മദ്രസയിൽ ചേർക്കണമെന്ന് പറഞ്ഞു. മാഷാ അല്ലാ, ആ മോനിപ്പം ഇന്നത്തെ പരിപാടിയിൽ പ്രോഗ്രാമിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കണ്ടു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബന്ധങ്ങളൊക്കെ ഇന്ന് മദ്രസയുടെ പേരിൽ, ഏതൊരു മദ്രസയിലാണോ ഒരുമിച്ച് പഠിച്ചത് അതേ മദ്രസയുടെ പേരിൽ തന്നെ കുവൈത്തിൽ വീണ്ടും ഒരുമിച്ച് കൂടാൻ, ഇൽമിൻ്റെ പേരിൽ, ഖുർആനിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ വീണ്ടും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി നാളെ സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇവിടെ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംഘടനകളുടെ കീഴിലും മദ്രസകൾ നടക്കുന്നു. മദ്രസകളുടെ കീഴിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, ഇതുപോലെയുള്ള വാർഷിക പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും അൽ ഹിദായ മദ്രസയെ സംബന്ധിച്ചിടത്തോളം മദ്രസയുടെ ഭാരവാഹികൾക്ക്, അതുപോലെ തന്നെ മദ്രസയിലെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്, ഇതിൻ്റെ സംഘാടകർക്ക്, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളായ നിങ്ങൾക്കും അങ്ങേയറ്റം സന്തോഷിക്കാവുന്ന കാര്യമാണ്. വളർന്നു വരുന്ന തലമുറ മക്കൾ മാഷാ അല്ലാ, അവർക്ക് മറ്റൊരു മദ്രസയിലും കിട്ടാത്ത തരത്തിലുള്ള അവരുടെ ആത്മധൈര്യം, അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ലോകത്ത് ഇന്ന് മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മുതൽ തന്നെ അവരുടെ മനസ്സിൽ ഒരു വികാരം, ഒരു ചിന്തയിടുകയാണ്. ഇന്ന് ലോക മുസ്ലിമീങ്ങളുടെ വികാരമായ ഫലസ്തീൻ, ഗസ, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ മുമ്പിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഗസ യഥാർത്ഥത്തിൽ ഗസയിലെ മക്കൾ വിജയശ്രീലാളിതരാകുകയാണ്. ഗസയ്ക്ക് മോചനം കിട്ടുകയാണ്. ഏതാണ്ട് 1.5 വർഷമായി നീണ്ടു നിൽക്കുന്ന ആ യുദ്ധത്തിന് വിരാമം കുറിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ ഈ ഫെസ്റ്റ് നടക്കുന്നത്. മാഷാ അല്ലാ, ഞാൻ ഈ ഏറ്റവും അവസാനമായി നടന്ന പരിപാടി ഗസയെ സംബന്ധിച്ചും അവിടുത്തെ അവസ്ഥകളെ സംബന്ധിച്ചും വളരെ മനോഹരമായ നിലയിൽ, വളരെ ഗംഭീരമായ നിലയിൽ ആ മക്കൾ അവർ ഒരു നാടകത്തിലൂടെ അത് വരച്ചു കാണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ വീക്ഷിച്ചുകൊണ്ടിരുന്ന വിനീതനും മനസ്സ് കോരിത്തിരിക്കുകയുമായിരുന്നു. മാഷാ അല്ലാ, കുട്ടികളുടെ അവതരണം യഥാർത്ഥത്തിൽ അത് നേർക്ക് നേരെ നടക്കുന്ന സംഭവം പോലെയാണ് ആ കുഞ്ഞുങ്ങളെ അവതരിപ്പിച്ചത്. മാഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് ചെയ്ത് മക്കൾക്ക് വേണ്ടി. അതിനെ ഈ പരിപാടി ഇതിനെ ഏകദേശം ഏറ്റവും നല്ല രീതിയിൽ ഈ കുട്ടികളുടെ ഈ നാടകത്തെ തയ്യാറാക്കിയത് ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബ് കാളത്തോടാണെന്നറിഞ്ഞു. അത് കേട്ടപ്പം വളരെ സന്തോഷം. അദ്ദേഹത്തെ ഇപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് കൂടുതൽ കൂടുതൽ ഈമാനിൻ്റെ വഴിയിൽ, ഹിദായത്തിൻ്റെ വഴിയിൽ, തൗഹീദിൻ്റെ വഴിയിൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചും ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക സ്പന്ദനങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിക പ്രബോധന മേഖലകളിൽ എന്തെല്ലാം മൂവ്മെൻറ്റുകൾ, പരിശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ കുരുന്നു മനസ്സുകൾ ഇപ്പോഴും തന്നെ അതിനെക്കുറിച്ചുള്ള അവബോധവും
ആ വഴിയിൽ ആ കുട്ടികളുടെ മനസ്സിൽ ഏതെല്ലാം വഴിയിൽ പരിശ്രമിക്കണം, ഈമാനിൻ്റെ വഴിയിൽ തനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ആ വേദനയിൽ എനിക്കും പങ്കാകണം, എന്നെക്കൊണ്ട് കഴിയുന്ന നിലയിൽ ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, പ്രാർത്ഥന കൊണ്ടാണെങ്കിലും ശരി, ഏതെല്ലാം തരത്തിൽ പിന്തുണയ്ക്കാൻ പറ്റുമോ അത് ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ്, ഒരു ഫിക്റാണ് ഈ മക്കളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അതിന് മുമ്പും ഒരുപാട് പരിപാടികൾ നടന്നതായിട്ട്, വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിലൊക്കെ പങ്കെടുക്കുകയും അതിൽ ഏറ്റവും മനോഹരമായ നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്ത മക്കളെ പ്രത്യേകമായ നില അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൊട്ട് മുമ്പ് ഒരു ഒപ്പന പ്രോഗ്രാം നടന്നതായിട്ട് കഴിഞ്ഞതിന് മുമ്പ് അത് ബഹുമാനപ്പെട്ട ഷിഹാബ് സാഹിബിൻ്റെ കുടുംബമാണ് അവരെ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരിശീലിപ്പിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു. ഷിഹാബ് സാഹിബും കുടുംബവും മാഷാ അല്ലാഹ് ഇവിടെയുള്ള ഓരോ പേരൻസും മക്കളും ആ പേരൻസും മക്കളെയും അവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പരിശീലിപ്പിക്കുന്നതിന് ഒപ്പം ഈ മദ്രസയെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂട്ടായ നിലയിലുള്ള നിങ്ങളുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇപ്പോഴേ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് പറഞ്ഞു കേട്ടു 100 വിദ്യാർത്ഥികൾ അല്ലേ, ഇപ്പോൾ 100 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. വീണ്ടും കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മുടെ മദ്രസയിലേക്ക് കടന്നു വരാനും അൽഹംദുലില്ലാഹ് ഈ പരിശ്രമങ്ങൾക്ക് കാരണമാകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹിദായ മദ്രസയുടെ പ്രസിഡന്റ് ഹാരിസ് മൗലവി 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ നിഅമതു റബ്ബി ലകുൻതു മിനൽ മുഹ്ദരീൻ. സദഖല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. പരിപാടി നടന്ന് വൈകിയ വേളയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുന്നത് തന്നെ വലിയ അപരാധമാണ് എന്ന ബോധത്തിൽ നിൽക്കുമ്പോഴാണ് കുരുന്നുങ്ങളുടെ മരിച്ചു കിടക്കുന്ന മനസ്സിനെ ജീവിപ്പിക്കുന്ന ഗസ്സയുടെ സംഭവം നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറിയത്. ആ ഗസ്സ നമ്മുടെ മുമ്പിലൂടെ കണ്ണിലൂടെ കടന്നുപോയപ്പോൾ 2 വാക്ക് നിങ്ങളോട് പറയാതെ, അത് എത്ര സമയം വൈകിയാലും ശരി, പറയാതെ പോകൽ അനീതിയാകുമെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നടന്ന ഗസ്സയെ വെറുമൊരു നാടകമല്ലാതെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അവിടുത്തെ അതിജീവിതത്തിന് വലിയ ഒരു പങ്ക് നമ്മുടെ മദ്രസകൾക്കുണ്ട്. നിങ്ങൾ വിചാരിക്കും ഫലസ്തീനിൻ്റെ ഗസ്സയിൽ നടക്കുന്ന വിഷയവുമായി മദ്രസക്ക് എന്ത് ബന്ധം? ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിച്ച് ഒരു ചെറിയൊരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി ചുമതലയേറ്റതിന് ശേഷം മഹാനവറുകളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, വല്ലനി മാ വല്ലല്ലാഹു ബിക്, അള്ളാഹു താങ്കൾക്ക് നൽകിയ അധികാരം, ആ അധികാരത്തിൽ നിന്ന് ഒരല്പം അധികാരം എനിക്ക് തരൂ. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ നോക്കി. ആ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായൊരു വഴിയിൽ പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും ഒരു അധികാരം, ഒരല്പധികാരം എനിക്ക് നൽകൂ എന്ന് മഹാനവറുകളോട് ചോദിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഇന്ന് എന്തെങ്കിലും ഒരു അധികാരം നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ മാനദണ്ഡമായി നിന്നോട് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ IPS ഉണ്ടോ? ഭൗതിക വിദ്യയുടെ ഏത് പരിമിതിയാണ് നിന്റെ അടുക്കൽ ഉള്ളത് എന്ന് അവനോട് ചോദിക്കുന്നത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ചരിത്ര പുരുഷൻ, ആ വന്ന മനുഷ്യനോട് ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ
അഹല്ലക ശൈഉം മിനൽ ഖുർആൻ, ഖുർആനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവഗാഹമുണ്ടോ? ഖുർആൻ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ അത്ഭുതത്തോടെ പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്, പക്ഷെ ഖുർആനിൽ നിന്നുള്ള ഒന്നും എൻ്റെ അടുക്കലില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആദ്യമായി പോയി ഖുർആനിൽ നിന്ന് അല്പം പഠിച്ചിട്ട് വാ. ആ മനുഷ്യനെ പറഞ്ഞയച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു, ആ മനുഷ്യനെ കാണുന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു ഭൃത്യനെ അയക്കുകയാണ് ആ മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കാൻ. അന്വേഷിക്കുമ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൽപ്പനയാണ്, മനുഷ്യനെ വീട്ടിൽ നിന്നും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കി. എന്നിട്ട് ചോദിച്ചു, താങ്കളല്ലേ എന്നോട് അധികാരം ചോദിച്ചത്? അതേ ഉമർ, എന്തുകൊണ്ടാണ് താങ്കളെ ഖുർആനിൽ നിന്നും ഒരല്പം പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടതിന് ശേഷം ഇത്രയും നാളെ താങ്കളെ അധികാരം ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു, താങ്കൾ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ. പക്ഷെ താങ്കളെ കാണാതായപ്പോൾ ഞാൻ ആളയച്ചതാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ മനുഷ്യൻ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഖുർആനെ പഠിച്ച് വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅഗ്നനി അല്ലാഹു അൻ ഉമർ വഅൻ ബാബി ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മാത്രമല്ല, ഉമറെ എന്തെങ്കിലും ഒരു ആവശ്യമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ പോലും ആവശ്യമില്ല എന്ന ഉറച്ച ബോധ്യം എനിക്ക് ഖുർആനിന്റെ പഠനത്തിൽ നിന്നും ലഭ്യമായി. അത്ഭുതത്തോടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഏതായത്താണ് നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ നിങ്ങൾക്ക് കാരണമായത്? ആ സഹാബി, ആ മനുഷ്യൻ പറയുകയാണ്, വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ഈ ഒരൊറ്റ ആയത്താണ് എന്നെ ചിന്തിപ്പിച്ചത്. അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തൊരു കാര്യത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും സംബന്ധിച്ചിടത്തോളം അവൻ ഉടമസ്ഥനായ റബ്ബ് മതി എന്നുള്ള ബോധമാണ് എന്നെ താങ്കളിൽ നിന്നും അകറ്റിയത് എന്ന മനുഷ്യൻ പറയുകയാണ്. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ആ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കിയത് പരിശുദ്ധമായ ഖുർആനിന്റെ പഠനമാണ്. നമ്മുടെ മക്കളെ ഈ സമൂഹത്തിനും ഈ ലോകത്തിനും നാടിനും വീടിനും കൂടിനും കുടുംബത്തിനും പ്രയോജനം ചെയ്യുന്ന ഒരു മകനും മകളുമായി ഒരു സന്താനമായി വളർന്നുവെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത്. അതിനേറ്റവും വലിയൊരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്രവാസകാല ജീവിതത്തിലും ആ ഒരു തനിമ നഷ്ടപ്പെടാതെ പരിശുദ്ധമായ ഖുർആനിന്റെ യഥാർത്ഥ ബോധ്യത്തോടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ നിങ്ങൾക്ക് നൽകിയ വലിയൊരു അവസരമാണ് മദ്രസ എന്നുള്ളത്. ഇതിനെ വളരെ വില കുറച്ച് കാണുന്ന വലിയ ഒരു അവസ്ഥ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ, പാരത്രിക ലോകത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ യാത്രയുടെ സന്ദർഭത്തിൽ ഖബറിന്റെ യാതനകളിൽ നിങ്ങൾ കടക്കുമ്പോൾ കൊതിച്ചു പോകുന്ന ഒരു ദുആ അത് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധിപ്പിച്ചോ, അല്ല എങ്കിൽ തീരാ നഷ്ടത്തിലായിരിക്കും. ഗസയുടെ മക്കളുടെ മുകളിലേക്ക് തീമഴ പെയ്യുമ്പോഴും കുളിർമയോട് കൂടി പ്രതീക്ഷയോട് ഹസ്ബുനല്ലാഹ് ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ എന്ന് പരിശുദ്ധമായ ഖുർആൻ വാക്യം അവർ ഉച്ചരത്തിൽ ഈ ലോകത്തിന് മുമ്പിൽ ഓതിക്കൊണ്ട് ലോകത്തിന് മാതൃകയായിട്ടുണ്ടെങ്കിൽ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ഗസയിലെ മക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായത് പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, പരിശുദ്ധമായ ഖുർആനിലേക്ക് നിർബന്ധപൂർവം, ആവശ്യമല്ല അത്യാവശ്യത്തിൽ മുകളിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ പരിശുദ്ധമായ ഖുർആനെ നിങ്ങളുടെ മക്കളുടെ നെഞ്ചിലേക്ക് ആത്മാർത്ഥമായി പകർന്നു കൊടുക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ.
പരിപൂർണമായും നിഷ്കളങ്കമായി അള്ളാഹുവിനോട് മാത്രമുള്ള ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതേ ആ വിഷയത്തിൽ ജയിലറകളിൽ കഴിയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, പ്രായം കൂടിയവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, നമ്മളെ പോലെ ജീവിതത്തിൽ പല പ്രതീക്ഷകൾ വെച്ച് നടന്നവരുണ്ട്, അസുഖബാധിതരുണ്ട്. സഹോദരന്മാരെ, നിത്യമായി നമ്മുടെ ദുആകളിൽ അവരെ ഓർക്കൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈമാനിന്റെ കരുത്ത് അവർക്ക് നൽകുമാറാകട്ടെ. ഫലസ്തീനിലെ പോരാളികൾക്ക് അല്ലാഹു ഇസ്സത്തും ഇസ്തിഖാമത്തും നൽകുമാറാകട്ടെ. ജയിലറകൾ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രോഗ്രാം കൺവീനറും കൂടിയായ മൊഹീദ്ദീൻ കുഞ്ഞൽ ഖാസിമി അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മളുടെ പരിപാടിയെല്ലാം നല്ല ഭംഗിയായ രീതിയിൽ അവസാനിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ മേൽ അർപ്പിതമായ കടമ. അതിനു മുന്നോടിയായിക്കൊണ്ട് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ മക്കളെല്ലാം നല്ല രീതിയിൽ നമ്മളുടെ പരിപാടികളെല്ലാം അവതരിപ്പിച്ചു. ഇതിലുള്ള വിജയവും പരാജയവും ഒന്നും ആരും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. കാരണം പരാജയപ്പെട്ടവർ നാളത്തെ വിജയികളാണ് എന്നുള്ള രീതിയിലായിരിക്കണം അവർ മുമ്പോട്ട് ഗമിക്കേണ്ടത്. വിജയിച്ചവർ ഇനിയും ഉയരത്തിലേക്ക് വരാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഇന്ന് നമ്മുടെ സ്റ്റേജിൽ പങ്കെടുക്കേണ്ടുന്ന 2ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ചില അസുഖങ്ങൾ കാരണത്താൽ ഇന്ന് നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിയാതെ വന്നു. അല്ലാഹു തആല ആ കുട്ടിയുടെയും ആ ഫാമിലിയുടെയും മൊത്തത്തിലുള്ള വയ്യാഴികയാണ്, പനി ബാധിച്ചതാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ അല്ലാഹു തആല ആഫിയത്തോടെയുള്ള ദീർഘായുസ്സും ആ കുടുംബത്തിന് അല്ലാഹു തആല എല്ലാവിധ സലാമത്തും കൊടുത്ത് രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മളുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സഹായിച്ച വളരെയധികം ആൾക്കാരുണ്ട്. എല്ലാ നിലയിലും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഉപദേശ നിർദ്ദേശങ്ങളായിട്ടും മറ്റെല്ലാ രീതിയിലും ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്ന് സഹകരിച്ച ആൾക്കാരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം അർഹമായ കൂലി കൊടുക്കുകയും നാളെ സ്വർഗത്തിൽ ഇതൊരു മുതൽക്കൂട്ടായി അല്ലാഹു തആല പരിഗണിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ഉസ്താദന്മാർ, നമ്മുടെ ഗസ്റ്റുകൾ, നമ്മുടെ അതിഥികൾ, രക്ഷകർത്താക്കളായ നിങ്ങൾ ഓരോരുത്തരും, അങ്ങനെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.